ഹേയ് ഗായ്സ്, ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് കണ്ടാലോ? ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഫ്രണ്ടാണ്. കണ്ടാലോ? ഹായ്. സോ നമ്മൾ ഇന്ന് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫ് എടുത്തിട്ട് പ്രീ സോക്ക് ചെയ്ത റൈസ് ഉണ്ട്, അണിയൻ, ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, കിൻസൊക്കെ എന്തായിരുന്നു പറയണേ, കൊറിയാണ്ടർ ലീവ്സ്, മിൻറ്റ് ലീവ്സ്, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കാഷ്യൂ, റേസിൻസ്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ബീഫ് കുക്ക് ചെയ്ത് വെക്കും. ഒലീവ് ഓയിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് കഴുകി വെച്ചേക്കുന്ന ബീഫ് നമുക്കിടാം. നമ്മുടെ ബീഫ് ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റൈസിന്റെ പ്രിപ്പറേഷൻ നോക്കാം. നമ്മുടെ വെസല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗീ, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെമ്മയുടെ ഗീ ആണത്. കുറച്ച് ഓയില്, ഇതിലേക്ക് ഹോൾ സ്പൈസസ്, ഫെനൽ സീഡ്സ്, പെപ്പർകോൺസ്, ക്ലോവ്സ്, സിനമൺ, നട്ട്ബെഗ്, സ്റ്റാർ അനീസ്, കാർഡമൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത് അണിയിൽ കുറച്ചിട്ട് കൊടുക്കാം. ഹോൾ സ്പൈസസും ചോപ്പ് ചെയ്ത അണിയനും സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, ഹോൾ സ്പൈസസും ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് റൈസ് ആയിട്ടുണ്ട്. നമ്മൾ ബീഫും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി മസാലയ്ക്കുള്ള റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ, അല്പം ഗീ. നമ്മുടെ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്. ഓക്കെ, സ്പൈസസും ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും സോട്ടും ചേർത്തുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കും. നമ്മുടെ അണിയൻ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടാം.
ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് സ്പൈസസ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ബിരിയാണി മസാല, ഗരം മസാല, കുറച്ച് പെപ്പർ, കുറച്ച് കൊറിയണ്ടർ, ചില്ലി പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് യൂസ് ചെയ്താൽ സ്പൈസസ് നിങ്ങളുടെ സ്പൈസ് പ്രിഫറൻസ് പോലെ യൂസ് ചെയ്യാം. സ്പൈസസിൻ്റെ റോ സ്മെല്ല് പോകുന്ന വരെ നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്യാം. റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 5 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കും. ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള യോഗോട്ട്, റൂം ടെമ്പറേച്ചറിലുള്ള യോഗോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഒരു 5 മിനിറ്റ്സിലേക്കും കൂടി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയിലേക്ക് ഇനി കുറച്ച് കൊറിയാണ്ടർ ലീഫും മിൻറ്റ് ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്, റൈസ് റെഡി ആയിട്ടുണ്ട്, ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടാണ് നമുക്ക് ദം ചെയ്യാം. ആദ്യം കുറച്ച് ഗീ, അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ബീഫ് മസാല, ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കും. ഈ സെയിം പ്രോസസ്സ് നമ്മുടെ റൈസ് കഴിയുന്നവരെ റിപ്പീറ്റ് ചെയ്യും. ലെയർ റൈസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കൊറിയാണ്ടർ ലീഫും മിൻറ്റ് ലീവ്സും കൂടി. ഇതിന് നമ്മൾ 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ, അങ്ങനെ നമ്മൾ ബിരിയാണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ബിരിയാണി 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. മിക്സ് ചെയ്ത് ഓക്കെ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആക്കിയാണ്. ഇനി സെർവ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ബൈ ഗൈസ്.